ഹേ ഗൈസ്, സമയം പുലർച്ചെ 5:50 ആയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ അത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. ഇതാണ് അബ്ദുയുടെ ചെറിയ ആവശ്യങ്ങൾക്കാണ് ഞങ്ങളുടെ ഈ യാത്ര കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എൻട്രി ആയി കേട്ടോ. അങ്ങനെ എൻട്രി ആയപ്പോൾ തന്നെ നമ്മുടെ ലഗേജ് ഒക്കെ ചെക്കിങ്ങിന് വേണ്ടി വിട്ടിരിക്കുകയാണ്. അപ്പൊ ലഗേജ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് പോകാം. അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ നമുക്ക് വളരെ സ്പീഡിൽ തന്നെ കിട്ടി കേട്ടോ. ഇനി നമുക്ക് വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകാം. വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ടേക്ക് ഓഫ് ടൈം 8 മണിക്കാണ്. അതിന് മുന്നോടിയായിട്ട് ഫ്ലൈറ്റിലേക്ക് നമുക്ക് കയറണം. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോണ്. അപ്പോഴാണ് ഒരാളെ കണ്ടത്. ഇതാണോ ഞാൻ കണ്ടെത്തുന്ന പഠിക്കൽ വന്നിട്ട് കുട്ടി? അതല്ല ഗൈസ്, ഇപ്പൊ കണ്ടന്റ് മൊത്തം മാറിയനെ. ഞങ്ങളപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അർജുൻ സൂക്ഷിച്ചിരുന്നോളാം, വിമാനാണ്. അങ്ങനെ ഫ്ലൈറ്റ് പോയി ടേക്ക് ഓഫ് ചെയ്ത് പറന്നിപ്പോ മേഘങ്ങളുടെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കാനാണ് കേട്ടോ. കിടിലം വ്യൂ ആണ്. ഞങ്ങളിപ്പോൾ ഇത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്. ആണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ പയ്യെ എഴുന്നേറ്റ് ഞങ്ങളിപ്പോ ലാൻഡ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ് കേട്ടോ. അതെ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് നേവി മുംബൈയിലുള്ള പുതിയ എയർപോർട്ടിലാണ്. ഇതൊരു പുതിയതായിട്ട് പണിത എയർപോർട്ടാണ് കേട്ടോ. വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വളരെ ഷോവാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം, പോയിട്ട് പോരാ. അങ്ങനെ കഴിഞ്ഞ 2 മണിക്കൂറിന് ശേഷം ഞങ്ങളിപ്പോ ഫ്രീ ആയിരിക്കാനാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ പോകുന്നത് മുംബൈയുടെ മെയിൻ സെന്റർ ആയിട്ടുള്ള CSMT-യിലേക്കാണ് കേട്ടോ. അപ്പൊ ട്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറിയിരിക്കാനാണ് കേട്ടോ. ഇത്തിരി ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ സമയം നേരമൊക്കെ ഇരുട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളിത് CSMT എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത് നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പൊ അവിടെ ഒരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ടെന്ന് അബ്ദു പറഞ്ഞു. അപ്പൊ ലൊക്കേഷൻ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കാനുണ്ടോ. ഈ കടയുടെ ഫുൾ വീഡിയോ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും കടായി ചിക്കൻ കറിയും കഴിച്ചു കേട്ടോ. ഫുൾ അടിപൊളിയാണ്, സെറ്റ് ഐറ്റം. അങ്ങനെ ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഹോട്ടലിലേക്ക് പോകുമ്പോൾ ആ ടാക്സി ഡ്രൈവറൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയും വൈബൊക്കെ ആയിരുന്നു കേട്ടോ. പുള്ളി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ പുള്ളി നമുക്ക് താജ് ഹോട്ടലൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ ഗേറ്റ് ഓഫ് മുംബൈ ഒക്കെ നമുക്ക് കാണിച്ചു തന്നെ കേട്ടോ. അടിപൊളിയായിരുന്നേ. അപ്പൊ നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മളിപ്പോ ഉടനെ എത്തും. ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല രീതിയിലുള്ള ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ബായ് നമുക്ക് കൈയൊക്കെ തന്നെ നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് ഫാബ് ഹോട്ടൽസിന്റെ അത്തറൽ എന്ന് പറഞ്ഞ ഹോട്ടൽ കേട്ടോ. ഇതെന്റെ പപ്പയുടെ ഫ്രണ്ട് ആയിട്ടുള്ള സത്താറിക്കാനാണ് കേട്ടോ. ഇത് മുംബൈ അന്തേരിയിലാണുള്ളത്. ഒരു കിടിലൻ ഹോട്ടലാണ് ഇത്. അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് എഴുന്നേറ്റപ്പോ ഉച്ചയായി കേട്ടോ. സമയം 1:40 നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പൊ മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാനിരുന്നു. അപ്പൊ ഇവിടെയും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. വരുന്ന വഴിക്ക് ഒരു ബട്ടർ മിൽക്കും കുടിച്ചു. പക്ഷെ അത് സംഗതി അത്ര നല്ലതല്ലായിരുന്നു. അപ്പൊ ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ മുംബൈ ഡേയ്സ് ഒക്കെ. അപ്പൊ ബാക്ക് ടു കൊച്ചി, ബൈ ബൈ മുംബൈ. നമ്മൾ പോവാണ്. നമ്മൾ കൊച്ചിക്ക് തിരിച്ചു പോകണം കേട്ടോ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ നമ്മുടെ മുംബൈയുടെ നൈറ്റ് വ്യൂ കണ്ടില്ലേ? അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ കോക്കനട്ട് വാട്ടറും പാസ്തയും പിന്നെ അടിപൊളി ഹൈദരാബാദ് ബിരിയാണിയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അങ്ങനെ എല്ലാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ കൊച്ചി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.